ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഡൊണാൾഡ് ട്രംപിന്റെ ഫ്ലോറിഡയിലെ വസതിക്ക് നേരെ ആക്രമണം. അമേരിക്കൻ പ്രസിഡന്റിന്റെ മാർ എ ലാഗോ റിസോർട്ടിൽ ആക്രമി തോക്കുമായി അതിക്രമിച്ചു കയറി. അക്രമിയെ സീക്രട്ട് സർവീസ് ഏജന്റുമാർ ഏറ്റുമുട്ടലിൽ വധിച്ചു. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അനുപമ ശ്രീദേവി ചേരുന്നുണ്ട്. അനുപമ, എപ്പോഴായിരുന്നു ഈ അക്രമശ്രമം ഉണ്ടായത്? അക്രമിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗൗതം, ഈ ഞായറാഴ്ച അടക്കമുള്ള അവധി ദിനങ്ങളിൽ ട്രംപ് ചെലവഴിക്കുന്ന ഒരു ഇടക്കാല വസതി അല്ലെങ്കിൽ സ്വകാര്യ വസതി എന്നതിലപ്പുറം ഈ പ്രധാനപ്പെട്ട ലോക നേതാക്കളെ അടക്കം ഹോസ്റ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വേദി കൂടിയാണ് ഈ ഫ്ലോറിഡയിലെ പാം ബീച്ചിലുള്ള മാർ എ ലാഗോ എന്ന് പറയുന്ന റിസോർട്ട്. ഇവിടേക്കാണ് സുരക്ഷാ പരിധി ലംഘിച്ചുകൊണ്ട് ഒരു അജ്ഞാതൻ അതിക്രമിച്ചു കയറുകയും ആയുധങ്ങളുമായി അതിക്രമിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ അതിക്രമിച്ചു കയറി മിനിറ്റുകൾക്കകം തന്നെ സീക്രട്ട് ഏജന്റുമാർ ഇയാളെ കണ്ടെത്തുകയും ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഇയാളുടെ പക്കൽ ഒരു ഷോട്ട് ഗൺ, വേട്ടയ്ക്കെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഷോട്ട് ഗണ്ണും അതുപോലെ തന്നെ ഒരു പെട്രോൾ ടിന്നും ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമല്ല. അക്രമിയെക്കുറിച്ച് വളരെ ചുരുക്കം വിവരങ്ങളാണ് ഇപ്പോൾ FBI-യും സീക്രട്ട് ഏജന്റുമാരും പുറത്തുവിടുന്നത്. ഈ നോർത്ത് കരോലൈനയിൽ നിന്നുള്ള 20-30 പ്രായമുള്ള ഒരാളാണ്, ഒരു യുവാവാണ് ആക്രമണം നടത്താൻ ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചുരുക്കം വിവരം എന്ന് പറയുന്നത്. ഈ മാർ എ ലാഗോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസതിയാണ്. കനത്ത സുരക്ഷയുള്ള, ആർക്കും അങ്ങനെ അത്ര പെട്ടെന്ന് അതിക്രമിച്ച് കയറാൻ പറ്റാത്ത ഒരിടമാണ്. പുലർച്ചെ 1 മണിയോടെയാണ് ആക്രമണം ഉണ്ടായത്. ഈ സമയം സുരക്ഷാ വിന്യാസം ശക്തമായിരുന്നു. എന്നിട്ടും ഈ കോമ്പൗണ്ടിലേക്ക് ഒരാൾ അതിക്രമിച്ച ആയുധവുമായി കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ സാധാരണ ഞായറാഴ്ചകളിലെല്ലാം ട്രംപും പങ്കാളിയായിട്ടുള്ള മെലാനിയ ട്രംപും ഈ മാർ എ ലാഗോയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ഈ ഷെഡ്യൂൾ പ്രകാരം വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഈ സംഭവ സമയത്തുണ്ടായിരുന്നത്. നേരത്തെ 2024 നമുക്ക് ഓർമ്മയുള്ളതായിരിക്കും, 2 തവണയാണ് ഈ പ്രചാരണ കാലയളവിൽ, പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപുള്ള പ്രചാരണ കാലയളവിൽ 2 തവണയാണ് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായിട്ടുള്ളത്. ഒരു വധശ്രമത്തിൽ ഈ ചെവിക്കൊപ്പം തൊട്ടുപോകുന്ന നിലയിൽ വെടിയുണ്ട പോകുന്ന ഒരു നിലയുണ്ടായിരുന്നു. ഇതിനെല്ലാം ശേഷം ഇപ്പോൾ അധികാരത്തിലേറിയ മാസങ്ങൾ പിന്നിടുമ്പോൾ വലിയ പ്രക്ഷുബ്ധമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് അമേരിക്കയിലുള്ളത്. ഇതിനിടയിലാണ് ഇങ്ങനൊരു മാർ എ ലാഗോയിലേക്ക് ഒരാൾ അതിക്രമിച്ച് കയറി ആക്രമണ ശ്രമം നടത്തുന്നത്. ആക്രമിയെ സുരക്ഷാ സേന ഏറ്റുമുട്ടലിൽ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായത്, എന്താണ് ഈ ഒരു ആക്രമണത്തിന്റെ ഉദ്ദേശം എന്നുള്ള അടക്കം കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഗൗതം, ശരി, അനുപമയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ട്രംപിന്റെ വസതിക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആക്രമണിയെ കീഴ്പ്പെടുത്തുകയും വധിക്കുകയും ചെയ്തു എന്നതാണ് വിവരം.